ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ ചാപ്റ്റർ 1 ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് ഏരിയ ആണ്. ഷെയർ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊക്കെ 3 മാർക്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഷെയർ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Issue shares at a price less than its face value is called at discount. Issue of shares at discount എന്ന് പറയുന്നത്, അതായത് ഷെയറിന് ഫേസ് വാല്യൂ ഉണ്ടാവും, ചിലപ്പോൾ 10 രൂപ, ഇഷ്യൂ ചെയ്യുന്ന പ്രൈസ് ഉണ്ടാവും 8 രൂപ. അപ്പം 10 രൂപന്റെ സാധനം 8 രൂപക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഉള്ള 2 രൂപ തന്നെയാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്കൗണ്ട് ഒരു ക്യാപിറ്റൽ ലോസ് ആണ്. Discount on issue of shares is a capital loss and it should be debited to separate account called discount on issue of shares എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ ഡെബിറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ എന്നാൽ കമ്പനീസ് ആക്ട് സെക്ഷൻ 53 പ്രകാരം ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റൂല, എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഇഷ്യൂയിങ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർ കൊടുക്കുമ്പോഴല്ലാതെ, എംപ്ലോയീസിനോ ഡയറക്ടേഴ്സിനോ ഒക്കെ കൊടുക്കുന്ന ഷെയർ അല്ലാതെ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഇനി എപ്പോഴാണ് ഷെയറുകൾ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സന്ദർഭങ്ങളാണ് പറയുന്നത്. ഒന്ന് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ആണ്. ഓക്കെ, രണ്ടാമത്തത് ഇഷ്യൂ ഷെയർസ് ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, അതായത് കമ്പനിക്ക് കുറച്ച് പേയ്മെന്റ് കൊടുക്കാനുള്ള ആളുകളുണ്ട്, അവർക്ക് പേയ്മെന്റ് കൊടുക്കാൻ കഴിയുന്നില്ല, അവരുടെ ഈ എമൗണ്ടിന് ബദലായിട്ട് അവർക്ക് എന്ത് ചെയ്യാണ്, ഷെയർ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പറ്റും. അതാണ് പറയുന്നത്, എ കമ്പനി ക്യാൻ ഇഷ്യൂ ടു ക്രെഡിറ്റ് അക്കൗണ്ട് വെൻ ഇറ്റ്സ് അവർക്ക് കൊടുക്കാനുള്ള. ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് പ്രൊവിഷൻ ദാറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിൽ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്, ഇത് മുമ്പ് ഉണ്ടായിരുന്നില്ല. പിന്നെ റൈറ്റ് ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട്. റൈറ്റ് ഇഷ്യൂ എന്ത് ചെയ്യാം, ഡിസ്കൗണ്ടിൽ കൊടുക്കുക എന്നുള്ളതാണ്. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ആ സമയത്ത് ഡിസ്കൗണ്ടിൽ കൊടുക്കുക. എ കമ്പനി മേ റിക്വയർ സം അഡീഷണൽ ക്യാപിറ്റൽ ഫോർ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ് or may be due to some other reason. കമ്പനിക്ക് ചിലപ്പോൾ ഫണ്ട് ആവശ്യമുണ്ടാവും, അത്രേ പറഞ്ഞിട്ടുള്ളൂ. For this purpose, companies allowed to issue shares at a discount as per section 60D of the Companies Act. റൈറ്റ് ഇഷ്യൂ ഡിസ്കൗണ്ടിൽ ചെയ്യാന്ന് പറഞ്ഞാൽ, റൈറ്റ് ഇഷ്യൂ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഇപ്പോഴത്തെ ഹോൾഡിംഗ് പ്രൊപ്പോർഷനേറ്റ് ഹോൾഡിങ്ങിനനുസരിച്ച് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യാം, ഡിസ്കൗണ്ടിൽ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിന്റെ സമയത്ത് എ കമ്പനി അലൗഡ് ടു ഓഫർ മാക്സിമം ഡിസ്കൗണ്ട് ഓഫ് 10% ടു ഇറ്റ്സ് എംപ്ലോയീസ് ഓർ റീറ്റെയിൽ ഇൻഡിവിജ്വൽ വൈൽ ഇഷ്യൂയിങ് IPO. IPO കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഇത്തരം ആളുകൾക്ക് റീറ്റെയിൽ ഇൻഡിവിജ്വലിനും അതുപോലെ തന്നെ അതിന്റെ എംപ്ലോയീസിനും കൊടുക്കാം. ഇനി ഓഫർ ഫോർ സെയിൽ. ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, മറ്റൊരാളെ ഏൽപ്പിക്കല്. വെൻ എ ലിസ്റ്റഡ് കമ്പനി ട്രാൻസ്പെറന്റ്ലി ഇഷ്യൂ ഷെയർസ് so that it can dilute the stake or holding of the promoters, then such share are known as OFS. Okay, offer for sale. As per the SEBI guideline, company can offer as per SEBI guidelines, the company can offer OFS at a discount rate to retail investors. ഓഫർ ഫോർ IPO ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു, റീറ്റെയിൽ ഇൻഡിവിജ്വൽസിനും എംപ്ലോയീസിനും കൊടുക്കാന്ന് പറഞ്ഞു. ഇനി ഓഫർ ഫോർ സെയിൽ ചെയ്യുന്ന സമയത്ത് മറ്റു കമ്പനികളെ കൊണ്ട് ചെയ്യിപ്പിക്കാണല്ലോ ചെയ്യുന്നത്. അതായത് വെയർ ഹൗസ് ഇഷ്യൂയിങ് ഹൗസുകൾ ഉണ്ടാവും, അത്തരം ആളുകളാണ് ഓഫർ ഫോർ സെയിൽ ചെയ്യുക. അപ്പോ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യുക, കുറഞ്ഞ എമൗണ്ടിൽ കൊടുക്കാൻ പറ്റും. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരികയാണ്, അവരാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് ഡിസ്കൗണ്ടിൽ കൊടുക്കാൻ പറ്റും. ഇനി അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഷെയർ അലോട്ട്മെന്റ് ആണെങ്കിൽ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ലെറ്റർ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ എൻട്രിയാണ്. എങ്ങനെയാണ് ഈ എൻട്രി വർക്ക് ആവുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാൻ എൻട്രീന്റെ കാര്യം ഒന്ന് തീരുമാനാക്കിയിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം.
ഓക്കെ, അപ്പൊ ഡിസ്കൗണ്ട് എങ്ങനെ വർക്ക് ആവുന്നത് നോക്കാം. ഒരു കമ്പനി 10,000 ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 10,000 ഷെയർസ്. അത് എങ്ങനെയാണ് എമൗണ്ട് കൊടുക്കേണ്ടത്? അപ്ലിക്കേഷന്റെ കൂടെ 3 രൂപ, അലോട്ട്മെന്റിന്റെ കൂടെ 2 രൂപ, ഫസ്റ്റ് കോളിന്റെ കൂടെ 4 രൂപ. ഷെയറിന്റെ ഫേസ് വാല്യൂ എടുക്കുന്നത് 10 രൂപയാണ്. ഇഷ്യൂ പ്രൈസ് സ്വാഭാവികമായിട്ടും ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 9 രൂപ എത്തിയിട്ടുള്ളൂ. ഡിസ്കൗണ്ട് ഉള്ളത്, ഡിസ്കൗണ്ടിന്റെ എമൗണ്ട് വരേണ്ടത് അലോട്ട്മെന്റിന്റെ കൂടെയാണ്. അപ്പൊ എങ്ങനെയാണ് എൻട്രി എന്നുള്ളതാണ് നോക്കുന്നത്. ആദ്യം അപ്ലിക്കേഷൻ സ്വാഭാവികമായിട്ടുള്ള സാധാ എൻട്രി. എന്താ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ. എത്രയാണ്? 10,000 × 3 30,000. ഓക്കെ, അടുത്തത് ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. 10,000 × 3 തന്നെ 30,000 കൊടുക്കണം. ഓക്കെ, അടുത്ത ഇനി അലോട്ട്മെന്റ് വരികയാണ്. ഇവിടെയാണ് ഡിസ്കൗണ്ട് ഉള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ജനറൽ സ്വാഭാവികമായിട്ട് എന്താ വരിക? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ. ഷെയർ അലോട്ട്മെന്റിൽ എത്ര പൈസ കിട്ടുള്ളൂ? 2 കിട്ടുള്ളൂ. 20,000 ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിൽ ഫേസ് വാല്യൂ മുഴുവൻ വരണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ 10,000 × 3 വരണം. 3 വരണം. ഓക്കെ, അതിൽ ഡിസ്കൗണ്ട് എമൗണ്ടും കൂടെ അതിൽ വരണം 30,000. അപ്പൊ ഡെബിറ്റിൽ 20, ക്രെഡിറ്റിൽ 30. അവിടെയാണ് ഡെബിറ്റിൽ ഒരു എമൗണ്ടിന്റെ കുറവുണ്ട്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്നാണ് കൊടുക്കുക. അക്കൗണ്ട് ഡെറ്റർ എത്ര? ഡിസ്കൗണ്ട് 10,000. 10,000 × 1. ഇനി ബാങ്കിൽ പൈസ കിട്ടുമ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ്. ഷെയർ അലോട്ട്മെന്റ് എത്ര വരും? 20,000 വരും. 20,000 കിട്ടുള്ളൂ ബാങ്കിൽ നിന്ന്. ഇനി ഫസ്റ്റ് കോൾ ആണെങ്കിൽ ഫസ്റ്റ് കോളിന്റെ എൻട്രി എന്താ? സാധാ എൻട്രി. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ 40,000 ടു ഷെയർ ക്യാപിറ്റൽ 40,000. ഓക്കെ, ഈ ബാങ്കിൽ പൈസ വരുമ്പോൾ ഈ 40,000 വരും. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ 40,000. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഈ ഒരു എൻട്രിയിലാണ്. ഇവിടെ നമുക്ക് ഇതാണ് നമ്മുടെ എന്ത് ഡിസ്കൗണ്ട് വന്ന എൻട്രി. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഷെയർ ക്യാപിറ്റൽ മുഴുവൻ എമൗണ്ടും വരണം. ഡിസ്കൗണ്ടും കൂടെ കൂട്ടിയിട്ട് വരണം. 10,000 × 3 തന്നെ വരണം. ഇവിടെ ഷെയർ അലോട്ട്മെന്റിൽ എത്ര കിട്ടുള്ളൂ? 10,000 × 2 കിട്ടുള്ളൂ. അപ്പൊ ബാക്കി 10,000 × 1 എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ആണ്. ഇതാണ് ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന എൻട്രീസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം. Sagar Limited issued 20,000 shares of 10 each at a discount of 10% payable as ₹2 on application, 3 on allotment and 4 on first call. എല്ലാം കൂടെ ഞാൻ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലാതെ. ഓക്കെ, നേരെ തിരിച്ചായിട്ടുണ്ട്. ഓക്കെ, 10% 10 രൂപയുടെ ഷെയർ ആണ്. 10% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 10 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ 1 രൂപ. എങ്ങനെ മനസ്സിലായി? 10 × 10/100 ചെയ്തോക്ക്. അത് 1 കിട്ടും. അതാണ് 1 രൂപയാണ് ഡിസ്കൗണ്ട്. അപ്ലിക്കേഷന്റെ കൂടെ 3, അലോട്ട്മെന്റിന്റെ കൂടെ 4, അപ്ലിക്കേഷന്റെ കൂടെ 2, അലോട്ട്മെന്റിന്റെ കൂടെ 3, ഫസ്റ്റ് കോളിന്റെ കൂടെ 4. അപ്പൊ 20,000 ഷെയർസ്
application were received for 20,000 shares and these shares were accepted. All money was duly received. Show journal entries in the books of the company എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഈ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിമ്പിൾ ആണ്. പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നോക്കുക. എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഡിസ്കൗണ്ട് ഏതിന്റെ കൂടെയാണ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. അങ്ങനെ കൃത്യമായി പറഞ്ഞില്ലെങ്കിൽ അലോട്ട്മെന്റിന്റെ കൂടെയാണ് അത് ചെയ്യുക. ഓക്കെ. അപ്പൊ അലോട്ട്മെന്റിന്റെ കൂടെ 4 രൂപയെ കിട്ടുന്നുള്ളൂ. ഡിസ്കൗണ്ടിന്റെ 1 രൂപയും കൂട്ടി അലോട്ട്മെന്റിന്റെ കൂടെ 5 യഥാർത്ഥത്തിൽ കിട്ടേണ്ടത്. ഓക്കെ. ബാങ്ക് അക്കൗണ്ട് എത്ര ടു ഷെയർ അപ്ലിക്കേഷൻ 20,000 ഇൻറ്റു 2 എത്ര വന്നു? 20,000 ഇൻറ്റു 2 40,000 വന്നു. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എത്ര ടു ഷെയർ ക്യാപിറ്റൽ 40,000. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ജേണൽ എൻട്രി. അലോട്ട്മെന്റിന്റെ കൂടെയുള്ള ജേണൽ എൻട്രി എങ്ങനെ എഴുതുന്നുള്ളതാണ്. ഷെയർ അലോട്ട്മെന്റിന്റെ കൂടെ 20,000 ഇൻറ്റു 4 വരിക. അത് എത്ര? 80,000. ഓക്കെ. ടു ഷെയർ ക്യാപിറ്റലിൽ ഡിസ്കൗണ്ട് കൂടെ വരണം. 20,000 ഇൻറ്റു 5 എത്ര? 1,00,000 വരും. അപ്പോ ഡെബിറ്റിൽ 80, ക്രെഡിറ്റിൽ 1,00,000. അത് പറ്റൂല. 20,000 ഇവിടെ വരണം. ഏതാ? ഡിസ്കൗണ്ട്. എത്ര? 20,000 ഇൻറ്റു 1. അങ്ങനെയാണ് ജേണൽ എൻട്രി. ഓക്കെ. ആ എൻട്രിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ നോക്കിയാൽ മനസ്സിലാവും. എന്താണ് ഷെയർ അലോട്ട്മെന്റ്? മിനിറ്റ്. ഇത് 10 ഇങ്ങനെ തന്നെ കിട്ടുന്നുണ്ടോ? 4, 3, 7, 9 അല്ലേ കിട്ടുന്നുള്ളൂ. യെസ്, ഇത് ഒരു മിസ്റ്റേക്ക് ആണ്. അതായത് 2, 5, 4, 9 അല്ലേ വരുന്നുള്ളൂ. ഓക്കെ. അല്ല, മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മാറിപ്പോയതാണ്. ഒന്നുമില്ല. അതായത് 4 എഴുതിയിട്ടാണ് എടുത്തത്. 3 കേട്ടോ. അപ്പം മാറും. ഞാൻ 4 എന്നുള്ള രീതിയിൽ എടുത്തതുകൊണ്ടാണ്. 20,000 ഇൻറ്റു 3 20,000 ഇൻറ്റു 3 ആകുമ്പോൾ എത്ര വരുള്ളൂ? 60,000 വരും. എന്നാ അപ്ലിക്കേഷന്റെ കൂടെ കിട്ടിയത് എത്രയാണ്? 20,000 ഇൻറ്റു അപ്ലിക്കേഷനിൽ അലോട്ട്മെന്റും കൂടെ 20,000 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ അതിൽ അലോട്ട്മെന്റ് ഡിസ്കൗണ്ട് വന്നിട്ടില്ല. ഡിസ്കൗണ്ട് കൂടെ ചേർക്കുമ്പോൾ എത്രയായി മാറും? 80,000 ആവും. 80,000. അപ്പോ സ്വാഭാവികമായിട്ടും 60,000 80,000 തമ്മിലുള്ള ഡിഫറൻസ് 20,000 ഇൻറ്റു 1 നമുക്ക് ഡിസ്കൗണ്ടിൽ വരണം. മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് നേരത്തെ ചെയ്തത് 4 എന്ന ഉദ്ദേശത്തിലാണ്. 4 അല്ല, 3 അലോട്ട്മെന്റിന്റെ കൂടെ ഉള്ളത്. പിന്നെ ഡിസ്കൗണ്ടിന്റെ ഒന്നും കൂട്ടിയിട്ടാണ് 4. അപ്പോൾ ഷെയർ അലോട്ട്മെന്റ് 60,000 വന്നു. ഡിസ്കൗണ്ട് 20,000 വന്നു. ഷെയർ ക്യാപിറ്റലിക്ക് മുഴുവൻ ഫേസ് വാല്യൂ പോകണം. അതാണ് 4 കൊണ്ട് പോകണം എന്ന് പറഞ്ഞത്. ഞാൻ വായിച്ചപ്പോൾ എന്ത് മാറിപ്പോയി? ഇങ്ങനെ മാറിപ്പോയ അലോട്ട്മെന്റ് 4 എന്ന് വായിച്ചു. പിന്നെ ഫസ്റ്റ് കോളിന് ഇവിടെ ഇല്ലല്ലോ. ഫസ്റ്റ് ആപ്ലിക്കേഷൻ 2, അലോട്ട്മെന്റ് 3, ഫസ്റ്റ് കോൾ 4. ഇങ്ങനെയാണ്. ഇനി ഫസ്റ്റ് കോളിന്റെ ചെയ്യുമ്പം നമ്മൾ 80,000 വെച്ചിട്ടുള്ള എൻട്രി ഇടുക. അതിന് മുന്നേ ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് ഷെയർ അലോട്ട്മെന്റ് 60,000 കൊടുക്കണം. ഇനി ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോള് എത്രയാണ്? 20,000 ഇൻറ്റു 4 20,000 ഇൻറ്റു 4 80,000 വന്നു. ഷെയർ ക്യാപിറ്റലിക്ക് ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ. ഇതാണ്. സിമ്പിൾ ആണ്. കാര്യങ്ങൾ നല്ലപോലെ ചെയ്ത് മനസ്സിലാക്കുക. പിന്നെ ഇതിൽ പറഞ്ഞത് ന്യൂമറിക്കൽ എക്സാമ്പിൾ കൊടുത്തു എന്നേ ഉള്ളൂ. ഡിസ്കൗണ്ട് ഒരിക്കലും എന്തെല്ലാം അനുവദനീയമല്ല. സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്തതാണ് ഒരു ഇത് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തു പോവുക.